ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ മാത്തേറിനിലാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ യാത്ര അത് വളരെ ഇത്രയും പറഞ്ഞാൽ ഒത്തിരി വിശേഷിപ്പിച്ചാലും തീരാത്ത ഒരു യാത്രയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കല്യാണം സ്റ്റേഷനിൽ നിന്നും മിഡിലേക്ക് വന്നു. അപ്പോൾ മിഡിൽ നിന്നും മാത്തേരിയിലേക്കുള്ള ലോക്കൽ ഇതുപോലത്തെ ട്രെയിനിലാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് മാത്തേരിയിലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഈ ട്രെയിനിന് രാവിലെ 2 ട്രെയിനും വൈകുന്നേരം ഇതേ ട്രെയിൻ തിരിച്ചു വരാനുള്ള അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ സീറ്റുകളൊക്കെ പരിമിതമാണ്. ആകെ ഏകദേശം 150 പേർക്ക് പോകാൻ പറ്റാത്ത ചെറിയ ട്രെയിനാണ്. അപ്പോൾ യാത്രയൊക്കെ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ ഇതാണ് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളും അതുപോലെ കുറേ ആൾക്കാരും ഫാമിലിയും. അപ്പോൾ സിംഗിളായിട്ട് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ യാത്രയൊക്കെ മനോഹരമായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാനൊന്ന് എൻ്റെ മാത്രം അപ്പോൾ കുട്ടികളൊക്കെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ എൻ്റെ കുറച്ച് വീഡിയോക്ക് അവർ വെറുതെ ഇരിക്കുമ്പോൾ ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെയും വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊക്കെ കാണിച്ചു തരാം. മാത്തേരിയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പുറത്തെ കാഴ്ചകളാണിത്. ട്രെയിൻ ഏകദേശം പതുക്കെ ഒരു 20 km/h എന്ന സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറത്തെ കാഴ്ചകൾ ഒരിക്കലും ഇല്ലാത്ത ഒന്നാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ ചിത്രങ്ങളൊക്കെ പകർത്തുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളൊക്കെ ക്യാമറയിൽ ഞാൻ പകർത്തി. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ നിങ്ങൾ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിന് പതുക്കെ നീങ്ങി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലൈഫിൽ നമുക്കൊരു എന്താ പറയുക, ഇതൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ചെയ്യുന്ന യാത്രകൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതൊക്കെ നമുക്കൊരു വേർത്താണ്. അപ്പോൾ ഇന്നും നമുക്ക് മനസ്സിൽ നമുക്ക് ചിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് പറയുന്നത് വെറുതെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആണ്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ. അപ്പോൾ എനിക്ക് യാത്രകൾ ആദ്യം ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ തുടങ്ങിയിട്ടാണ് അതിൻ്റെ ഒരു ലഹരി എന്താണെന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെയാണ് കാഴ്ചകളാണ്.
ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലെ നിവിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് ട്രെയിനിന് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ ട്രെയിനാണ്. അപ്പോൾ ഇതിലുള്ള യാത്രകൾ വിശേഷണങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ലൈഫിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് മാത്തേരൻ. അപ്പോൾ ഇവിടെ മൺസൂൺ കാലത്താണ്, ഏറ്റവും മഴക്കാലത്താണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ബെറ്ററായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്നവർ ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കൂടെ കൂട്ടിക്കോ. അപ്പോൾ കാഴ്ചകൾ കണ്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ആകെ ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്റ്റേഷൻ എത്താറായപ്പോൾ അവിടുന്ന് കുറേ വലിയ കച്ചവടക്കാർ അവിടുന്ന് ഇങ്ങനത്തെ നാഗപ്പഴങ്ങളൊക്കെ ശേഖരിക്കുന്നതും അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു രസമായിരുന്നു. അപ്പോൾ ഞാനും വാങ്ങി, ഞാൻ കഴിച്ചു രസിച്ചു അവിടുന്ന് ഇറങ്ങി.
വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ യാത്രക്കാരൊക്കെ ഗണപതി ബപ്പനൊക്കെ വിളിച്ചതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഏറ്റവും വലിയ ഞങ്ങൾ കാണാൻ സാധിക്കും വലിയ ഒരു സ്റ്റാച്ചു ആയിരുന്നു. ഒരു സ്റ്റേഷനാണ് താൽക്കാലികമായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട്, പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇവിടെ അമ്മാൻ ലോഡ്ജ് അതൊരു സ്റ്റോപ്പാണ്. അത് പതുക്കിയിട്ട് നിർത്തുമ്പോൾ ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ മധ്യയിലേക്ക് കുറേ ആൾക്കാരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ലഗേജുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ നാത്തേരിലെത്തിയപ്പോൾ ഇവിടെ കാഴ്ചകൾ കാണുന്ന ഒരുപാട് കുതിരകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുതിരകളും പോകാം, അതുപോലെ ടയറുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലും പോകാം. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കുരങ്ങിനെ കണ്ടു. അവിടെ ഒരുപാട് കുരങ്ങും കൂട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാഗ്, വെള്ളം അങ്ങനെയൊക്കെ അവരുടെ മുന്നിൽ പുറത്തെടുക്കാതിരിക്കുക. അപ്പോൾ അത് അവർ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തട്ടിപ്പറിക്കും. അപ്പോൾ ഞാനും എൻ്റെ ഒരു പെപ്സി വാങ്ങിയിരുന്നു. അപ്പോൾ അതും ഒരു കുരങ്ങിൻ്റെ കൂട്ടം വന്ന് തട്ടിപ്പറിച്ച് ഞാൻ പിന്നെ ഇട്ടിട്ട് അവിടുന്ന് ഓടി. അപ്പോൾ ഞാൻ കാട്ടിലൂടെ യാത്ര പോവാണ്. ഏറ്റവും വലിയ ഏകദേശം 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒരു സൺറൈസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കുരങ്ങുകളും അതുപോലെ പട്ടികളും ആണുള്ളത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ
ധൈര്യമുണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പതുക്കെ അങ്ങനെ നടന്നു നീങ്ങി. ഏകദേശം വലിയൊരു കാടാണ്, ഇത് കാണുന്ന മാതിരിയല്ല. ഏകദേശം ഒരു സമയത്തും കൂടിയാണ്. 1:30-2 മണിയാണ്. അപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ ഒക്കെ പേടിയുണ്ട്. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ വളരെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് നല്ല വ്യൂ കിട്ടുന്ന വിചാരിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ നമുക്ക് ആ ഒരു സസ്പെൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ മാത്തേരിലാണല്ലോ ഉള്ളത്. സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു 2 കിലോമീറ്റർ ട്രെക്കിങ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എൻ്റെ കയ്യിലാകെ ഈ വടിയുണ്ട്. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. ഇവിടെ 2 കിലോമീറ്റർ, ഏകദേശം 3 കിലോമീറ്റർ അധികമായി ഞാൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം മനോഹരമായ ആകാശഭംഗി. നല്ല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി മേലെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല കാറ്റാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെങ്കിലും ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ സൺസെറ്റ് വ്യൂ കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സൺസെറ്റ് പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ കുറേ പോയിന്റുകളുണ്ട്. അപ്പോൾ ഓരോരോ പോയിന്റുകളിൽ നിന്നാൽ ഓരോരോ വ്യൂ കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ലാസ്റ്റത്തെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് സൺസെറ്റ് പോയിന്റ്. അപ്പോൾ അവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. താഴത്തേക്ക് തന്നെ കലകറങ്ങുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇവിടെ എത്തി എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര കാറ്റും ഇതൊക്കെയാണ് ഇവിടെ. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ നടന്ന് എല്ലാ കാഴ്ചകളും ക്യാമറ പകർത്തിയും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡായി ഇവിടെ എത്തിയപ്പോൾ തന്നെ. ഭയങ്കര കാറ്റുകളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റുണ്ട്. അപ്പോൾ ആകാശത്തൂടെ ഇടയ്ക്ക് വിമാനങ്ങളിൽ പോകുന്നൊക്കെ കാണാം. ഭയങ്കര ചെറിയ ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിമാനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് മഹാരാഷ്ട്ര, മുംബൈ അവിടുത്തെ എയർപോർട്ടിൻ്റെ അടുത്തല്ല, ഏകദേശം 200-300 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇവിടെയൊക്കെ പുതിയ കെട്ടിയിട്ടുണ്ട്. My God, yalla, എടുത്തോരെ. തല കറങ്ങി നല്ല യാമ. അവസാനം ഫൈനലി
I reach the sunset area. Alhamdulillah. Ooh. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഏറ്റവും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരുപാട് മലകളും അതുപോലെ ഒന്നാമത് ഇവിടുത്തെ എടുത്ത് പറയാനുള്ള ഇവിടുത്തെ കാറ്റാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ചൂടുള്ള സമയത്തും ഇവിടെ ഒരു കുന്നും പ്രദേശമായതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. പിന്നെ കാടിലൂടെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ കാടൊക്കെ കണ്ട് വളർന്നതുകൊണ്ട് ഇങ്ങനെ പേടി തോന്നിയില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ കുരങ്ങൻ കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിക്കാതെ തന്നെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുപോലെ എനിക്ക് പട്ടിയെ പേടിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ 2-3 പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു ധൈര്യത്തിന് ഒന്നും ചെയ്തില്ല. കുരക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്തില്ല. അങ്ങനെയാണ്. അപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് ഞാൻ നടന്നു നീങ്ങുന്നുണ്ട്. ഇതാണ് അടുത്ത വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ വലിയ കാഴ്ചകളൊന്നും ഇല്ല. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ പോയിന്റിനും ഓരോരോ പേരാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഭയങ്കര എന്തെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ വലിയ ഉപദ്രവിക്കുന്ന ജീവികളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നടന്നിട്ട് അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണാം.
ഇതൊക്കെയാണ് ഇവിടെ ആ കാഴ്ചകൾ. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ മാത്തേരിയിൽ വരിക, ഇവിടെ വിസിറ്റ് ചെയ്യുക. മഹാരാഷ്ട്രയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 2 സ്ഥലത്താണ് പോയത്. അപ്പോൾ ഇവിടെ കുരങ്ങൻ കൂട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉപദ്രവിച്ചില്ല എന്നെ. എന്തോ ഭാഗ്യത്തിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ മൊബൈലൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക, അത് കുരങ്ങൻ കൂട്ടങ്ങൾ തട്ടിപ്പറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരുപാട് കുരങ്ങൻ കൂട്ടുണ്ടായിരുന്നു, ഞാൻ ആകെ പേടിച്ചു പോയി. ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു, ഒന്നും ചെയ്തില്ല. എൻ്റെ കയ്യിൽ പെപ്സി ബോട്ടിലുണ്ടായിരുന്നു, അത് തട്ടിപ്പറിച്ച് അവർ കുടിച്ചു. അപ്പോൾ തിരിച്ച് ഞാൻ പോയാണ് തിരിച്ച് മുംബൈയിലോട്ട് പോകണം. അപ്പോൾ തിരിച്ച് പോകാനുള്ള കാഴ്ചയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെയാണ് ട്രെയിന് പോകുന്നത്. ഇന്നത്തെ കാഴ്ചകൾ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വന്നു. ഞാൻ രാവിലെ ട്രെയിൻ കയറി ഒരു 9 മണിയാകുമ്പോൾ കൗണ്ടറിലെത്തി. ടിക്കറ്റ് എടുത്ത് 10 മണിയാകുമ്പോൾ 11 ആ സമയത്ത് ഇവിടെ എത്തി. പിന്നെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ 4 മണിക്കും 5 മണിക്കാണ് ട്രെയിനുള്ളത്. ഇല്ല, അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ പോകുന്നതിനുള്ള മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് വളരെ അറിയാനും വിവരിക്കാനൊന്നും വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ അറിവിനനുസരിച്ചിട്ടും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പോകുന്നതിൻ്റെ ആ കാഴ്ചകൾ ഞാൻ കണ്ടത്. എന്നെ വല്ലാതെ ഒന്ന് അത്ഭുതപ്പെടുത്തി. എനിക്ക് ഇനി തിരിച്ചു വരാനുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ യാത്ര പതുക്കെയായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 6 മണിയായി കഴിഞ്ഞു. ഏകദേശം 1-1.5 മണിക്കൂർ മുകളിൽ വേണം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ യാത്ര വല്ലാതെ എന്നെ അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. പോകുമ്പോൾ ഞാൻ പകർത്തിയ കാഴ്ചകളാണ്. താഴെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് വീടുകളും അതുപോലെ ബിൽഡിങ്ങൊക്കെ താഴെ നിരവധിയായിട്ട് ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1800 ആ കാലഘട്ടത്തിൽ ഏറ്റവും കപ്പലും അതുപോലെ വ്യവസായശാലകളിലുള്ള ഒരു മുതലാളി ഇവിടെ പണിതാണ്. അപ്പോൾ അതിനുശേഷം അയാൾ ആ കാലഘട്ടത്തിൽ ഏകദേശം 19 ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, അയാളുടെ പേര് മുസ്ലിം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചപ്പോൾ കണ്ടിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ഒരു വലിയ സല്യൂട്ട്. അദ്ദേഹം ഉണ്ടാക്കിയത് വളരെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ ഇനി വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാതെ കൗതുകം തോന്നുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ നമ്മളൊന്നും അല്ല എന്ന യാത്രകളിൽ പോകുമ്പോൾ ഒന്നും നമുക്ക് പല കാഴ്ചകൾ കണ്ടിട്ടും മനുഷ്യന്മാരെ കണ്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ പൂർവികർ നമുക്കായിട്ട് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ.
എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യാത്ര വളരെ അത്ഭുതപ്പെടുത്തി. അതുപോലെ ട്രെയിൻ യാത്രകളും ഒരുപാട് ആൾക്കാർ പരിചയപ്പെടുത്താനും സാധിച്ചു. അപ്പോൾ ചിലർ ഫോണിൽ അവർ വീഡിയോ പകർത്താനും അതുപോലെ അവരുടെ വിശേഷങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചു അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ബിസിയായിരിക്കുന്ന സമയത്ത് യാത്രകൾ പോകുന്നത് കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ ജീവിത സാഹചര്യം എല്ലാം ഡിഫറൻസ് ആണ്. അപ്പോൾ ചിലർക്ക് പോകാൻ പറ്റാതെ വളരെ എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെയല്ല. അപ്പോൾ ചില ആൾക്കാർ യാത്രയെ അനുഭവിക്കുന്നു, ചിലർ ജോലി കാര്യങ്ങളായിട്ട് തിരക്കിലാവുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ എന്നായാലും നിങ്ങളൊന്ന് ഒരു സമയം മാറ്റി വെച്ച് നമുക്കായി എന്തെങ്കിലും ഒരു സമയം മാറ്റി വെച്ച് നിങ്ങളുടെ യാത്രകളിലൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാൻ. എൻ്റെ വീഡിയോക്ക് നിങ്ങളൊന്ന് കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.